കേരളത്തിൽ വന്ന് ഏറ്റവും തകർത്ത് ക്യാഷ് കൊണ്ടുവന്ന രാജസ്ഥാനിലെ ഗാങ്ങിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാളെ വെടിവെച്ച് കൊന്നു, മറ്റൊരാളെ കാലിന് പരിക്കേറ്റുണ്ട്. അത് രാജസ്ഥാനിലുള്ള മേവാറിലുള്ള ഗാങ്ങാണ്. രാജസ്ഥാനിലും ഹരിയാനയിലും ഉള്ള ഈ ഗാങ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഗാങ്ങാണ്. ഇപ്പോൾ ഇവര് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡിലുള്ള മാപ്രാണത്തെ SBIയുടെ ഒരു ATM കൗണ്ടർ തകർത്തു. വീണ്ടും അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിലെ കോലഴിയിലുള്ള ATM കൗണ്ടർ തകർത്തു. അവിടുന്ന് പണം ലൂട്ട് ചെയ്തു. അതിനുശേഷം തൃശ്ശൂർ റൗണ്ടിൽ തന്നെ വന്നു. അവിടുന്ന് റൗണ്ടിലെ ആ നായ്ക്കനാൽ എന്ന ഭാഗത്തുള്ള ATM കൗണ്ടർ ഇത് മൂന്നും കവർന്നു. ഏകദേശം 65 ലക്ഷം രൂപയോളം 3 ATM കൗണ്ടറിൽ കവർന്ന് അവർ കാറിൽ രക്ഷപ്പെട്ടു. പക്ഷേ തൃശ്ശൂരുള്ള പോലീസിനെ അഭിനന്ദിക്കുന്നു. കാരണം നൈറ്റ് ഡ്യൂട്ടി 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും ഉള്ളവർ അലർട്ടായി ഈ വിവരം കിട്ടിയ ഉടൻ തന്നെ 10 മിനിറ്റ് 20 മിനിറ്റിനകം അവർ സ്പോട്ടിൽ ചെന്നു എന്നുള്ളതാണ് ഈ കേസുകളുടെ പ്രത്യേകത. തൃശ്ശൂർ റൗണ്ടിലുള്ള ആ നായ്ക്കനാൽ അവിടെ പോലീസ് പെട്ടെന്നെത്തി. അപ്പോൾ അവിടെ തീയും പുകയൊക്കെ കൗണ്ടറിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതും അവർ കണ്ടു. ആരോ വെള്ളത്തിൽ കൂടെ നടന്നതായിട്ടും കണ്ടു. എന്തായാലും കാറിലാണ് വന്ന് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് അലർട്ട് ചെയ്തു. തൃശ്ശൂർ കേരളം മുഴുവൻ അലർട്ട് ചെയ്തു. തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം കമ്മീഷണറായിരുന്ന ഇളങ്കോ കണ്ണൂർ SP ആയിരിക്കുമ്പം അവിടെ ഇതുപോലെ ഒരു ATM കൗണ്ടർ അറ്റാക്ക് ചെയ്തു 2021. അത് ഹരിയാന പൽവാർ ഡിസ്ട്രിക്റ്റിലുള്ള ഗാങ്ങാണ് എന്നത് കണ്ടെത്തി. അവരുടെ മോഡസ് ഓപ്പറാണ്ടി അവർ മോഷ്ടിക്കുന്ന കാറ് കൊണ്ടുവന്നിട്ട് അതിലാണ് ഓപ്പറേഷൻ നടത്തുന്നത്. ആ മോഷ്ടിക്കുന്ന കാറ് പിന്നീട് ഒരു ട്രക്കിനകത്ത് ഓടിച്ചു കയറ്റി ആ ട്രക്കാണ് പിന്നീട് ഹരിയാനയിലേക്ക് പോകുന്നത്. വളരെ വിദഗ്ധമായിട്ടാണ് ഈ ഓപ്പറേഷൻ രീതികൾ. രാജസ്ഥാനിലും ഹരിയാനയിലുള്ള ഈ ഗാങ് 10-200 പേരുണ്ടെന്നാണ് അറിയുന്നത്. ആ 200 പേർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയക്കപ്പെടുന്നത്. ആ പോകുന്ന ഗാങ്ങുകൾ 5 പേര് കൂടുതൽ ഒരു ഗാങ്ങിൽ കാണാറില്ല. എങ്കിലും 10-200 പേർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവര് അതിലെ ആൾക്കാരെ പല സ്ഥലങ്ങളിലേക്കും തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അവരെ സഹായിക്കാനും ഒക്കെ ആ ഗാങ്ങിന് ആൾക്കാർ വേറെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും 200 പേരോളം ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരേ സമയത്ത് 1-2 സ്ഥലങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യും. ഒരു ഗാങ്ങിൽ 5 പേരുണ്ടാവും. പക്ഷേ ഈ ട്രക്ക് സംഘടിപ്പിക്കുന്നത് ഹരിയാനയിൽ നിന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വലിയ ട്രക്കുകൾ ആണ് പോകുന്നത്. അവിടുത്തെ ആൾക്കാരാണ് അതിൻ്റെ എക്സ്പെർട്ട് ഡ്രൈവേഴ്സ്. പഞ്ചാബിൽ നിന്നുള്ള ഡ്രൈവർമാരെ നമുക്കറിയാം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വലിയ ട്രക്കുകൾ ഓടിച്ചു പോകുന്നത്, ഹൈവേ കൂടെ പോകുന്നതെല്ലാം ഹരിയാനക്കാരോ UP-ക്കാരോ അല്ലെങ്കിൽ പഞ്ചാബുകാരോ ഒക്കെയാണ്. അപ്പം തിരിച്ച് ഈ ട്രക്ക് ഗുഡ്സുകളായിട്ട് പല സ്ഥലത്തുനിന്നും പോയിട്ട് തിരിച്ച് ഹരിയാനയിലേക്ക് ചെല്ലുമ്പോൾ ഇത് കാലിയായിട്ടാണ് പോകുന്നത്. അവരുടെ സർവീസ്, ആ ഡ്രൈവർമാരുടെ സർവീസ് ഈ ഹരിയാന രാജസ്ഥാൻ ഗാങ്ങുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നല്ലൊരു സംഖ്യ അങ്ങോട്ട് കൊടുക്കും. അവർ റിട്ടേൺ ട്രിപ്പാണ്, കാലിയായിട്ട് പോവുകയാണ്. അവർ ആ റിട്ടേൺ ട്രിപ്പിനനുസരിച്ച് ഉള്ള സ്ഥലങ്ങളിലേക്കാണ് ആ ഓപ്പറേഷൻ നടത്തുന്നത്. കാരണം കാലിയായിട്ട് പോകുന്ന ഹരിയാനയിലെ ട്രക്കിനകത്തേക്ക് മോഷ്ടിച്ച കാറിനകത്ത് പണവുമായിട്ട് ഈ ട്രക്കിനകത്ത് ഓടിച്ചു കയറി അവർ പോകും. പോലീസ് കാറിൻ്റെ നമ്പർ അത് ചേസ് ചെയ്യും.
ആ നമ്പർ വെച്ച് ചേസ് ചെയ്യാം, നമ്പർ മാറ്റാം, പലപ്പോഴും അവർക്ക് പിടിക്കപ്പെടും. പക്ഷേ ട്രക്കിനകത്ത് കയറി ഡിസപ്പിയർ ചെയ്താൽ ഒരു കാലത്തും പിടിക്കപ്പെടുന്നില്ല. അതൊരു പ്രത്യേക മോഡസ് ഓപ്പറാൻഡി രീതി തന്നെയാണ്. കേരളത്തിൽ വന്നു, നേരത്തെ 2021 രീതിയിൽപ്പെട്ട ഗാങ്ങുകൾ വന്നു പോയിട്ടുണ്ട്. ഇപ്പം തൃശ്ശൂരുള്ള മാപ്രാണത്തും അതുപോലെ കോലഴിയിലും അതുപോലെ തൃശ്ശൂർ റൗണ്ടിലെ നായ്ക്കനാലും ഉള്ള 3 ATM ആണ് കവർന്നത്. ഈ 3 സ്ഥലത്തൂടെ നമ്മൾ ആലോചിക്കണം, മൊത്തം 1.25 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ കവർച്ചയ്ക്ക്. ഒരു ATMന്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് കട്ടർ ഉപയോഗിച്ചിട്ട് അത് ആ അറ, ക്യാഷ് വെക്കുന്ന അറ മാത്രം പൊളിച്ചിങ്ങെടുക്കും, അത് വെൽഡ് ചെയ്യും, അല്ലെങ്കിൽ അത് കട്ടർ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്തിട്ട് ആ അറ മാത്രം എടുക്കാൻ അവർക്ക് 10 മിനിറ്റ് മതി. അപ്പോൾ ഒരു ATM കൗണ്ടറിൻ്റെ അവിടെ ഒരു ഓപ്പറേഷന് 10 മിനിറ്റ് എടുക്കുകയുള്ളൂ. അത് കാറിനകത്ത് കയറ്റുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക. അങ്ങനെയാണ് ഈ 3 സ്ഥലത്തൂടെ ഏകദേശം 1.25 മണിക്കൂർ എടുത്തിട്ടുള്ളൂ ഓപ്പറേഷന് ട്രാവലിംഗ്. അപ്പോൾ ഒരു കൗണ്ടറിൽ 10 മിനിറ്റ്, അപ്പോൾ 3 കൗണ്ടറിൽ 30 മിനിറ്റ് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ 40 മിനിറ്റ്. ബാക്കി റണ്ണിങ് ടൈമാണ്. കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് റിട്ടേൺ ആയിട്ടുള്ള ഹരിയാനയിൽ നിന്ന് ട്രക്ക് പോയിട്ടുള്ളവർ റിട്ടേൺ ട്രിപ്പിൽ ഇന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ച് ട്രക്കിന്റെ ബാക്ക് തുറന്നിട്ട് കാർ അതിനകത്തോട്ട് ഓടിച്ച് കയറ്റി സേഫായിട്ട് കാറും സേഫ് ആവും. കാരണം കാറിന്റെ നമ്പരും കാറിന്റെ സൈസും കാറിന്റെ ഏത് ടൈപ്പുള്ള മോഡലുള്ള വണ്ടിയാണെന്ന് അറിഞ്ഞിട്ടാണ് പോലീസ് പിടിക്കുന്നത്. നമ്പര് തെറ്റായാലും ശരിയായ നമ്പരായാലും തെറ്റായ നമ്പരായാലും പോലീസ് കാറ് പിടിച്ചു കഴിഞ്ഞാൽ പ്രതികൾ അറസ്റ്റിലാവും. അതുകൊണ്ട് കാറ് ട്രക്കിനകത്ത് കയറി നേരെ ഹരിയാനയ്ക്ക് പോവുകയാണ്. ഇത് വളരെ വിദഗ്ധമായി ട്രെയിനിങ് ലഭിക്കുന്ന ഒരു കൂട്ടം ക്രിമിനൽസ് ആണ് ഇത് ചെയ്യുന്നത്. അവര് ATM കൗണ്ടറുകൾ പല ബാങ്കുകാരും അത് മാറ്റും, ലേറ്റസ്റ്റ് ആയ കൗണ്ടർ വെക്കും. അന്നേരം ഇത് ലേലം ചെയ്താണ് കൊടുക്കുന്നത്. ഇവർ ലേലം ചെയ്ത് ATM കൗണ്ടർ ഈ മെഷീൻസ് വാങ്ങിച്ചിട്ട് അവരുടെ ട്രെയിനിങ് സ്ഥലത്ത് ഉൾപ്പെടുത്തി ഇതിൻ്റെ ടെക്നോളജി മുഴുവൻ പഠിപ്പിക്കും. എവിടെയാണ് പൊളിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കും. അത് അവർ 10 മിനിറ്റ് കൊണ്ട് പൊളിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ടെക്നോളജി. അവർ കൊണ്ടുപോകുന്ന സ്ഥലത്തെല്ലാം വെൽഡിങ് ഉപകരണങ്ങളും കൂടെ കൊണ്ടുപോകും. അത് കാറിനകത്ത് കയറ്റിക്കൊണ്ട് പോകും. കാർ പലപ്പോഴും അവരെപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. ഒരു സ്റ്റേറ്റിൽ നിന്ന് മോഷ്ടിച്ച് മറ്റു സ്റ്റേറ്റിലേക്ക് വരും. ഈ ഓഗസ്റ്റ് അല്ലെങ്കിൽ 9-ാം മാസത്തിൽ തന്നെ, സെപ്റ്റംബർ മാസത്തിൽ തന്നെ, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അവർ ആന്ധ്രയിലെ കടപ്പയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലും ഓരോ ഓപ്പറേഷൻ നടത്തി. അത് മോഷ്ടിച്ച കാറിലായിരുന്നു. ആ കാറിനകത്ത് 50 ലക്ഷം രൂപയോളം കാറിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് അവര് ഇതേ രീതിയിൽ ഓടിച്ചുകൊണ്ട് പോയി ട്രക്കിനകത്ത് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവം കേരളത്തിലായതുകൊണ്ട് അധികം വേളകൾ നടന്നില്ല. കാരണം പോലീസ് അപ്പം തന്നെ സ്പോട്ടിൽ എത്തിയിരിക്കുന്നു. 3 സ്ഥലത്തും 10, 15, 20 മിനിറ്റിനകം പോലീസ് എത്തി. കാരണം നൈറ്റ് പെട്രോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസർമാർ വിവരം വയർലെസ് കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പാഞ്ഞെത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അവർ വളരെ അലർട്ടായിരുന്നു. അതുകൊണ്ടാണ് തൃശ്ശൂർ പോലീസിനെ, ആ 3 പോലീസ് സ്റ്റേഷനിലുള്ള ആ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. അവരെല്ലാവരും അലർട്ടായിരുന്നു. രാത്രിയിൽ കാറും കണ്ടെങ്കിലും കാറ് അത് ഫോളോ അപ്പ് ചെയ്തു. തമിഴ്നാട് ദിണ്ടിഗൽ പോലീസിനെ അറിയിച്ചു. നാമക്കൽ പോലീസ് രംഗത്ത് വന്നു. തമിഴ്നാട് പോലീസ് എല്ലാ ജില്ലയിലും അറസ്റ്റ് ചെയ്തു. ഒരു ട്രക്കിലേക്കാണ് എന്ന് കാറ് ഓടിച്ച് കയറി എന്നുള്ള വിവരം കൂടെ അവർക്ക് സംശയം തോന്നുന്നു. ട്രക്കുകൾ ചേസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ട്രക്കുകൾ നോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ട്രക്കിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ ട്രക്കിനുള്ളിൽ കാറുണ്ടായിരുന്നു, അതിനകത്ത് ക്യാഷ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഈ ട്രെയിൻഡ് ആയിട്ടുള്ള കള്ളന്മാരും ഉണ്ടായിരുന്നു. പോലീസ് അതിനെ ചേസ് ചെയ്ത് കഴിഞ്ഞപ്പം, തമിഴ്നാട് പോലീസ് ഈ ട്രക്ക് ട്രേസ് ചെയ്ത് പോയപ്പം അവർ ട്രക്കിനുള്ളിൽ നിന്ന് അവർ കല്ലെടുത്തെറിയുകയും, അങ്ങനെ ട്രക്കിനടുത്ത് പോലീസ് വന്നപ്പം ഏറുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു ഇൻസ്പെക്ടറും ഒരു SIക്കും ഗുരുതരമായ പരിക്കേറ്റു. കാരണം അവരുടെ കയ്യിൽ തോക്കുണ്ട്, അവരുടെ കയ്യിൽ കത്തിയുണ്ട്, എല്ലാ ആയുധങ്ങളും ഈ ട്രക്കിനകത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാറിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന് അങ്ങ് അടുക്കാൻ പറ്റില്ല. പോലീസ് ചേസ് ചെയ്യുന്നെന്ന് അറിഞ്ഞപ്പം തന്നെ ട്രക്കിന് സ്പീഡ് കൂടി, പല വണ്ടികളിൽ തട്ടി. ഏതായാലും നാട്ടുകാരും പോലീസും എല്ലാവരും കൂടെ അവരുടെ പിന്നാലെ കൂടി. എന്തായാലും പോലീസിനെ തിരിച്ചാക്രമിക്കുന്ന സന്ദർഭത്തിൽ നിവൃത്തിയില്ലാതെ പോലീസ് വെടിവെച്ചു. കൃത്യമായി ആ ട്രക്ക് ഡ്രൈവറുടെ തലയ്ക്ക് തന്നെ വെടികൊണ്ടിട്ടുണ്ട്. അയാൾ അപ്പം തന്നെ മരണമടഞ്ഞു. അതുകൊണ്ട് ട്രക്ക് പിടിച്ചെടുത്തു. മറ്റൊരാൾക്ക്
ട്രക്കിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെടാൻ പോയ ഒരാൾക്ക് അയാളുടെ കാലുകൾക്ക് രണ്ടിനും വെടിയേറ്റിട്ടുണ്ട്. ഏതായാലും 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിന് ഉടൻ തന്നെ കൈമാറും. മോഷ്ടിച്ച മുഴുവൻ പൈസയും ഈ കാറിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത. മറ്റൊരു കാര്യം, ഈ ഗ്യാങ് ഇതുപോലെയുള്ള പരിശീലനം കൊടുത്ത് അയക്കുന്ന ആൾക്കാര് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന ആൾക്കാരാണ്. ചെറുപ്പക്കാരായ ഇവര് ഏത് ധീരകൃത്യവും എന്ത് കൃത്യവും അവർ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരെ 5 പേരെ അറസ്റ്റ് ചെയ്തതിൽ ഒരാള് 4 പേര് ഹരിയാനക്കാര്, ഇർഫാൻ, സബീർ ഖാൻ, തൗക്കീസ്, മൊബാറക്, പിന്നെ പൽവാർ ഡിസ്ട്രിക്റ്റിലെ മുഹമ്മദ് തുക്കുറ. അങ്ങനെ 5 പേരിൽ ഒരാൾ മരണപ്പെട്ടെങ്കിലും 4 പേരെ കണ്ടെത്തി കഴിഞ്ഞു. ഗ്യാസ് കട്ടറും കിട്ടി, എല്ലാ ഉപകരണങ്ങളും കിട്ടി. നല്ലൊരു ഡിറ്റക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തമിഴ്നാട് പോലീസ് ഉടൻ തന്നെ ഇവരെ കേരള പോലീസിന് കൈമാറും എന്നാണ് മനസ്സിലാകുന്നത്.